ഒരു എക്സ്റ്റൻഷൻ കൺസിഡർ ദി എക്സ്റ്റൻഷൻ ക്യൂ ക്യൂബിക് റൂട്ട് ഓഫ് 2 ഓഫ് ക്യൂ ക്യൂവിൻ്റെ എക്സ്റ്റൻഷൻ കൺസിഡർ ചെയ്യുക. ലെറ്റ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ക്യൂബിക് റൂട്ട് ഓഫ് 2. വി ഹാവ് ടു ഫൈൻഡ് ഗാൽവ ഫീൽഡോ ഇ ഓവർ എഫ് കണ്ടുപിടിക്കണം. ഇനി ഓട്ടോമോർഫിസം ഫൈ ഓഫ് ക്യൂ ക്യൂബിക് റൂട്ട് ഓഫ് 2 ഈസ് കംപ്ലീറ്റ് ഡിറ്റർമിൻഡ് ബൈ ഫൈ ഓഫ് ക്യൂബിക് റൂട്ട് ഓഫ് 2. ഓക്കെ, ഫൈ ഓഫ് ക്യൂബിക് റൂട്ട് ഓഫ് കാരണം എന്താ, ക്യൂ ഓഫ് ക്യൂബിക് റൂട്ട് ഓഫ് 2വിനകത്തിൽ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളത് ക്യൂബിക് റൂട്ട് ഓഫ് 2 മാത്രമാണ്. ഓക്കെ, 2 ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് 2 ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് 2^1/3 ഇൻറ്റു 2^1/3 ഇൻറ്റു 2^1/3 ഫൈ ഓഫ് 2^1/3 ഇൻറ്റു ഫൈ ഓഫ് 2^1/3 ഇൻറ്റു ഫൈ ഓഫ് 2^1/3 ഫൈ ഓഫ് 2^1/3 ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഫൈ ഓഫ് 2^1/3 എന്ന് പറയുന്നത് 2^1/3 ആണ്. അതായത് നോക്കിക്കേ, ഫൈ ഓഫ് 2^1/3 ഫൈ ഓഫ് 2^1/3ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് 2^1/3 തന്നെയാണ്. 2^1/3 നോക്കുക, അപ്പോൾ ആ ഇമേജ് എന്ന് പറയുന്നത് സെയിം സംഭവം തന്നെ. 2^1/3യുടെ ഇമേജ് എന്ന് പറയുന്നത് 2^1/3 തന്നെയാണ്. അപ്പോൾ അതെന്താണ്, ഐഡൻറ്റിറ്റി മാപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഓട്ടോമോർഫിസം ഗ്രൂപ്പിനകത്ത് ആകെ ഒറ്റ ഒരു എലമെൻറ്റേ ഉള്ളൂ. അടുത്ത കൺസിഡർ ദി എക്സ്റ്റൻഷൻ ക്യൂ ഓഫ് 4th റൂട്ട് ഓഫ് 2, i ഓഫ് ക്യൂ ഓഫ് ഐ. ഇനി ഓട്ടോമോർഫിസം ഫൈ ഓഫ് ക്യൂ ഓഫ് 4th റൂട്ട് ഓഫ് 2, i ഫിക്സിങ് ക്യൂ ഓഫ് ഐ ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ബൈ ഫൈ ഓഫ് 4th റൂട്ട് ഓഫ് 2. അപ്പം ക്യൂ ഓഫ് 4th റൂട്ട് ഓഫ് 2, iയുടെ ഓട്ടോമോർഫിസംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഇനി ഓട്ടോമോർഫിസം ഫൈ ഓഫ് ക്യൂ ഓഫ് 4th റൂട്ട് ഓഫ് 2, i ഈസ് ഫിക്സിങ് ഐ ഈസ് കംപ്ലീറ്റ് ഡിറ്റർമിൻഡ് ബൈ ഫൈ ഓഫ് 4th റൂട്ട് ഓഫ് 2. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ക്യൂ ഓഫ് ഐനെ ഫിക്സ് ചെയ്യുകയാണ്. പിന്നുള്ളത് 4th റൂട്ട് ഓഫ് 2 അല്ലേ ഉള്ളത്. 4th റൂട്ട് ഓഫ് 2വിൻ്റെ ഇമേജ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓട്ടോമോർഫിസം എങ്ങനെയായിരിക്കും എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി 2 ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് 2 ഫൈ ഓഫ് 4th റൂട്ട് ഓഫ് 2 ദ ഹോൾ റൈസ് ടു 4 എന്ന് എഴുതി. അപ്പോൾ ഫൈ ഓഫ് 4th റൂട്ട് ഓഫ് 2 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ 2^1/4 എന്ന് കിട്ടും. 2^1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും, 2വിൻ്റെ 4th റൂട്ടുകൾ ഏതൊക്കെയാണ്, 2വിൻ്റെ 4th റൂട്ടുകൾ നമുക്ക് വരുന്നത് 2^1/4 പ്ലസ് ഓർ മൈനസ് 2^1/4 പിന്നെ പ്ലസ് ഓർ മൈനസ് i ഇൻറ്റു 2^1/4. ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. ഇത്രയും പേരുടെ 4th പവർ എടുക്കുമ്പോൾ നമുക്ക് 2 ആയിരിക്കും കിട്ടുന്നത്. ദസ് ദെയർ ആർ അറ്റ് മോസ്റ്റ് 4 പോസിബിൾ ഓട്ടോമോർഫിസംസ് ഓഫ് ക്യൂ ഓഫ് 4th റൂട്ട് ഓഫ് 2, i ഫിക്സിങ് ക്യൂ ഓഫ് ഐ. ഇപ്പം 4 ഈ ഓരോ ഇമേജിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ ഓട്ടോമോർഫിസം കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓട്ടോമോർഫിസംസ് ആണ് ഉള്ളത്. ഇഫ് വി ഡിഫൈൻ ആൻ ഓട്ടോമോർഫിസം സച്ച് ദാറ്റ് ഇതിനകത്തിൽ ഒരെണ്ണം നമ്മൾ കൺസിഡർ ചെയ്യണേ, അതിനെ ആൽഫ എന്ന് വിളിക്കുന്നു. ആൽഫ എഫ് ഐ ഈക്വൽ ടു ഐ ആൻഡ് ആൽഫ എഫ് 4th റൂട്ട് ഓഫ് 2 ഈക്വൽ ടു i ഇൻറ്റു 4th റൂട്ട് ഓഫ് 2. ദെൻ ആൽഫ എലമെൻറ്റ് ഓഫ് ഗാൽവ ഫീൽഡ് ക്യൂ 4th റൂട്ട് ഓഫ് 2, i ഓവർ ക്യൂ ഓഫ് ഐ ആൻഡ് ആൽഫ ഹാസ് ഓർഡർ 4. അപ്പോൾ ഈ ആൽഫ ഇതിനകത്തിൽ ഉള്ളതാണ്. ഗാൽവ ഫീൽഡ് ക്യൂ 4th റൂട്ട് ഓഫ് 2, i ഓവർ ക്യൂ ഓഫ് ഐയിലുള്ള ഒരു എലമെൻറ്റാണ്. അത് ക്യൂ ഓഫ് ഐനെ ഫിക്സ് ചെയ്യുന്നുണ്ട്. കാരണം ആൽഫ ഓഫ് ഐ എന്ന് പറയുന്നത് ഐ തന്നെയാണല്ലോ. അതേപോലെ ആൽഫയുടെ ഓർഡർ 4 ആണെന്ന് പറയുന്നത്. നിങ്ങൾ ആൽഫ റിപ്പീറ്റായിട്ട് അപ്ലൈ ചെയ്ത് നോക്കിക്കേ, സെയിം തന്നെ കിട്ടും. ആൽഫ ഐയിലേക്ക് എത്ര പ്രാവശ്യം അപ്ലൈ ചെയ്താലും ഐ തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആൽഫ അവിടെ എന്ത് തന്നെ ഐഡൻറ്റിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ആൽഫ എ 4th റൂട്ട് ഓഫ് 2 ഇതിലേക്ക് വീണ്ടും ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ എഫ് ഐ ഇൻറ്റു ആൽഫ എ 4th റൂട്ട് ഓഫ് 2 എന്ന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്ത് കിട്ടും, i ഇൻറ്റു 4th റൂട്ട് ഓഫ് 2 എന്ന് കിട്ടും. അപ്പോൾ ഈ കിടക്കുന്ന ഈ ഐയോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 4th റൂട്ട് ഓഫ് 2 എന്ന് കിട്ടും. ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് i ഇൻറ്റു 4th റൂട്ട് ഓഫ് 2 എന്ന് കിട്ടും. ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4th റൂട്ട് ഓഫ് 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അത് 4 പ്രാവശ്യം ആകുമ്പോഴത്തേനും 4th റൂട്ട് ഓഫ് 2വിൻ്റെ ഇമേജ് 4th റൂട്ട് ഓഫ് 2 തന്നെ കിട്ടുന്നു. അതായത് ഐഡൻറ്റിറ്റി ആവുന്നു. അപ്പം ആൽഫയുടെ ഇമേജ് ആൽഫയുടെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 4 ആണ്. ദസ് ഗാൽവ ഫീൽഡ് ഓഫ് ക്യൂ 4th റൂട്ട് ഓഫ് 2, i ഓവർ ക്യൂ ഓഫ് ഐ ഇസ് എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4. ആൽഫയുടെ ഓർഡർ 4 ആണ്. ഇതിനകത്ത് മൊത്തം 4 ഓട്ടോമോർഫിസംസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതൊരു സൈക്കിൾ ഗ്രൂപ്പാണെന്ന് അതിൻ്റെ അർത്ഥം. കാരണം ഒരു ഗ്രൂപ്പിനകത്ത് നമ്മൾ ഗ്രൂപ്പിൻ്റെ ഓർഡർ എത്രയാണോ അത്രയും ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ
ആ എലമെൻ്റ് അതിൻ്റെ ജനറേറ്ററാണ്. അതായത് ആ ഗ്രൂപ്പ് എന്താണ്, സൈക്ലിക്കാണ്. ദ ഫിക്സഡ് ഫീൽഡ്. ഇനി പിന്നെ ഫിക്സഡ് ഫീൽഡോ സീറ്റ ആൽഫ സ്ക്വയർ, അത് സീറ്റ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഐഡൻറ്റിറ്റിയാണ്. സീറ്റ ആൽഫ സ്ക്വയറിൻ്റെ ഫിക്സഡ് ഫീൽഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ √2, i എന്ന് കിട്ടും. കാരണം ഐഡൻറ്റിറ്റി എല്ലാവരെയും ഫിക്സ് ചെയ്യും. ആൽഫ സ്ക്വയർ ആരെ ഫിക്സ് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ √2നെ ഫിക്സ് ചെയ്യും. ആൽഫ സ്ക്വയർ ഓഫ് √2 അതെങ്ങനെ നമുക്ക് കണ്ടെത്താം? ആൽഫ സ്ക്വയർ ഓഫ് √2നെ നമുക്ക് 2⁴ ഇൻറ്റു 2⁴ എന്ന് എഴുതാം. അപ്പോൾ ആൽഫ സ്ക്വയർ ഓഫ് √2 എന്ന് പറയുന്നത് ആൽഫ സ്ക്വയർ ഓഫ് 2⁴ ഇൻറ്റു ആൽഫ സ്ക്വയർ ഓഫ് 2⁴ എന്ന് കിട്ടും. ഇനി ആൽഫ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ 2⁴ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് i ഇൻറ്റു ⁴√2 എന്ന് കിട്ടും. ഒന്നും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതായത് ആൽഫ അപ്ലൈ ചെയ്യുമ്പം i ഇൻറ്റു ⁴√2. ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ i² ഇൻറ്റു ⁴√2 എന്ന് കിട്ടും, അതായത് മൈനസ്. അപ്പോൾ ഈ അടുത്ത ആൽഫ സ്ക്വയർ ഇത് തന്നെ ചെയ്യുന്നത്. അപ്പം -⁴√2 ഇൻറ്റു -⁴√2 എന്ന് പറയുന്നത് 2⁴, അതായത് 2⁴ അല്ല 2⁴/2 √2 എന്ന് കിട്ടും. ഇപ്പോൾ √2ൻ്റെ ഇമേജ് ആൽഫ സ്ക്വയറിൽ √2 തന്നെയാണ്. അതായത് √2ലേക്ക് മാപ്പ് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. The lattice of subgroups of Galois group of Q √2, i or Q of i and lattice of subgroups of Q of ⁴√2, i containing Q of i are shown in figure. നോക്കിക്കേ, നമ്മുടെ ഓട്ടോമോർഫിസത്തിൻ്റെ ഗ്രൂപ്പ് എപ്സിലോൺ ആൽഫ സ്ക്വയർ ആൽഫ ക്യൂബ്, അത് എപ്സിലോൺ എന്ന് വായിച്ചാൽ മതി, ഞാൻ നേരത്തെ മാറ്റിയാണ് വായിച്ചത്. എപ്സിലോൺ ആൽഫ സ്ക്വയർ ആണ് അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പ്. കാരണം ആൽഫ സ്ക്വയർ ആൽഫ ⁴ ഐഡൻറ്റിറ്റി